ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ ഈ ഒരു പുതുവർഷത്തിൽ ഒരു ഓവർസിയർ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പുതുവർഷമാണ് വന്നെത്തിയിട്ടുള്ളത്. 2026 എക്സാം കലണ്ടർ വന്ന സമയത്ത് ഫസ്റ്റ് ഗ്രേഡ് ആയാലും സെക്കൻഡ് ഗ്രേഡ് ആയാലും തേർഡ് ഗ്രേഡ് ആയാലും ഒരുപാട് എക്സാംസ് ആണ് ഇനി നമുക്ക് വരാനിരിക്കുന്നത്. ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് സ്റ്റീലിൻ്റെ ടോപ്പിക്കിൽ നിന്ന് സ്ഥിരമായിട്ട് പിച്ച് എന്താണ്, ഗേജ് എന്താണ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് നമുക്കിനി KWAയുടെ എക്സാമും വരുന്നുണ്ട്. KWAയുടെ എക്സാമിനും സിലബസിൽ ഈ ഒരു ടോപ്പിക്ക് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു ഫിഗർ വെച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ടേം എന്ന് പറയുന്നത് പിച്ചാണ്. പിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിവറ്റിനാണെങ്കിലും ബോൾട്ടിനാണെങ്കിലും സെയിം തന്നെയാണ് പ്രൊവിഷൻസ് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് നമുക്ക് പറയാൻ സാധിക്കുക. ഒരു റിവറ്റ് അല്ലെങ്കിൽ ബോൾട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് റിവറ്റിന് അല്ലെങ്കിൽ രണ്ട് ബോൾട്ടുകൾക്കിടയിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ദൂരമാണ് പിച്ചും ഗേജും. ഇനി പിച്ചിനെയും ഗേജിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ വെച്ചിട്ട് വേണം നമ്മളിത് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്ത് പറയാൻ. രണ്ട് ബോൾട്ടുകൾ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ദൂരം ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലോഡ്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ സാധിക്കും. ലോഡിൻ്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. അതേ ഡയറക്ഷനിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് പിച്ച്. പിച്ചിനെ നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ P എന്നാണ്. ആൻഡ് ലോഡിൻ്റെ ഡയറക്ഷൻ അഗെയിൻ നമ്മളിവിടെ മാർക്ക് ചെയ്തു. ലോഡിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഗേജ്. ഗേജിനെ നമ്മൾ G വെച്ചിട്ടാണ് നൊട്ടേഷൻ കൊടുക്കാറുള്ളത്. ആൻഡ് ഗേജിന് വേറൊരു പേരും കൂടിയുണ്ട്. ഗേജിന് നമ്മൾ ബാക്ക് പിച്ച് എന്ന് കൂടി പേര് പറയും. ബാക്ക് പിച്ച് എന്ന് കൂടി പേര് പറയും. അപ്പോൾ രണ്ട് റിവറ്റ് അല്ലെങ്കിൽ രണ്ട് ബോൾട്ടുകൾ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ദൂരമാണ് പിച്ച് ആൻഡ് ഗേജ്. ഡയറക്ഷൻ ഓഫ് ലോഡിൻ്റെ സെയിം ഡയറക്ഷൻ തന്നെയാണെങ്കിൽ നമ്മൾ പിച്ച് എന്നും, ഡയറക്ഷൻ ഓഫ് ലോഡിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ അതിനെ ഗേജ് അല്ലെങ്കിൽ ബാക്ക് പിച്ച് എന്ന് നമ്മൾ പേര് പറയും. ഇനി ഇതിൻ്റെ കോഡൽ പ്രൊവിഷൻസ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. സോ എന്താണ് പിച്ച് എന്ന് നമ്മൾ പറഞ്ഞു. പിച്ചിൻ്റെ കോഡൽ പ്രൊവിഷൻ ഇങ്ങനെയാണ് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്നും പിച്ച് ഫിക്സ് ചെയ്യാൻ പാടില്ല. പിച്ചിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് P മിനിമം 2.5 ഇൻറ്റു D ആണ്. 2.5 ഇൻറ്റു D ആണ്. 2.5 ഇൻറ്റു D എന്ന് പറഞ്ഞാൽ D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ബോൾട്ട് ആണ്. D ആരാണ്? ഡയമീറ്റർ ഓഫ് ബോൾട്ട് ആണ്. സോ ഡയമീറ്റർ ഓഫ് ബോൾട്ട് അനുസരിച്ചിട്ട് നമ്മുടെ പിച്ചിൻ്റെ മിനിമം വാല്യൂ ഫിക്സ് ചെയ്യാം. ഇനി മാക്സിമം വാല്യൂവിന് രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്. മാക്സിമം വാല്യൂവിന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. അത് നമ്മൾ ടെൻഷൻ മെമ്പർ ആണോ കംപ്രഷൻ മെമ്പർ ആണോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ടെൻഷൻ മെമ്പർ ആണെങ്കിൽ 16T ഓർ 200 mm. രണ്ട് കണ്ടീഷൻസ് നോക്കുക. 16T അല്ലെങ്കിൽ 200 mm. ഇതിലെ ലെസ്സർ വാല്യൂ ആണ് നമ്മൾ പിച്ചായിട്ട് എടുക്കേണ്ടത്. ഇനി ഗേജിൽ നമ്മുടെ ഗേജ് അല്ല, പിച്ചിൽ തന്നെ അടുത്ത കണ്ടീഷനിലേക്ക് വരാം. അടുത്തത് കംപ്രഷൻ മെമ്പേഴ്സിൻ്റെ കേസാണ്. കംപ്രഷൻ മെമ്പേഴ്സ് ആകുമ്പോൾ 12T ഓർ 200 mm. ഈ രണ്ട് കണ്ടീഷനിലെ ലെസ്സർ വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് 16T ആണ്, അടുത്തത് 12T ആണ്. ഇനി T എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഏതൊക്കെ പ്ലേറ്റുകളാണോ തമ്മിൽ കണക്ട് ചെയ്യുന്നത് അതിൻ്റെ തിക്നെസ് ആണ് T എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് പ്ലേറ്റും സെയിം തിക്നെസ് ആണെങ്കിൽ നമുക്ക് ആ ഒരു തിക്നെസ് എടുക്കാം. രണ്ട് പ്ലേറ്റുകളും ഡിഫറെൻറ്റ് തിക്നെസ് ആണുള്ളതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏറ്റവും പെട്ടെന്ന് ഫെയിൽ ആവുക? തിക്നെസ് കുറഞ്ഞ ആൾ. അപ്പോൾ നമ്മൾ എപ്പോഴും ഡിസൈനിൽ കൺസിഡർ ചെയ്യുന്നത് തിക്നെസ് കുറഞ്ഞ മെമ്പറിനെയാണ്. സോ തിക്നെസ് രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ തിന്നർ പ്ലേറ്റിൻ്റെ തിക്നെസ് വേണം നമ്മൾ ഡിസൈനിൽ എടുക്കാൻ. ക്ലിയർ ആയോ? ഇതാണ് പിച്ചിൻ്റെ കണ്ടീഷൻ. ഗേജിന് കോഡിലൊരു കണ്ടീഷൻ പറയുന്നത് ഇങ്ങനെയാണ്: ഗേജ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 100+40 ഓർ 200 mm. ഈ ഒരു കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് സ്റ്റീലിൽ ഫോളോ ചെയ്യുന്ന കോഡ് ഏതാണ്? IS 800 ആണ് നമ്മൾ ഫോളോ ചെയ്യുന്ന കോഡ്. ആ കോഡിലുള്ള വാല്യൂ ആണ് ഈ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ടേമും കൂടെ നോക്കാം. അടുത്ത ടേം എന്ന് പറയുന്നത് എൻഡ് ഡിസ്റ്റൻസും എഡ്ജ് ഡിസ്റ്റൻസും ആണ്. എൻഡ് ഡിസ്റ്റൻസും എഡ്ജ് ഡിസ്റ്റൻസും രണ്ടും നമ്മൾ എങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് വരുന്ന റിവറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് വരുന്ന റിവറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് പ്ലേറ്റിൻ്റെ എഡ്ജിലേക്കാണ് നമ്മൾ ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇതും നമ്മൾ ലോഡിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ സെൻറ്റർ ഓഫ് എക്സ്ട്രീം എഡ്ജിലുള്ള റിവറ്റിൻ്റെ സെൻറ്റർ എടുക്കുക. അതിൽ നിന്ന് എക്സ്ട്രീം എഡ്ജിലേക്കുള്ള ദൂരം മെഷർ ചെയ്യുന്നു. അത് ലോഡിൻ്റെ ഡയറക്ഷനിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയും.
ലോഡിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് നമ്മൾ പേര് പറയും. അപ്പോൾ രണ്ടും എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? എക്സ്ട്രീമായി കൊടുത്തിട്ടുള്ള റിവറ്റ് ഓർ ബോൾട്ടിന് അതിൻ്റെ സെൻട്രലിൽ നിന്ന് പ്ലേറ്റിൻ്റെ എഡ്ജിലേക്ക് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലോഡ് ആണെങ്കിൽ എൻഡ് ഡിസ്റ്റൻസും ലോഡിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ, അതായത് ഗേജ് മെഷർ ചെയ്ത ഡയറക്ഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ എഡ്ജ് ഡിസ്റ്റൻസ് എന്നും പറയും. ഈ എൻഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എഡ്ജ് ഡിസ്റ്റൻസ് ഇതിനെ നമ്മൾ വെച്ചിട്ടാണ് കോമൺ ആയിട്ട് നൊട്ടേഷൻ കൊടുക്കാറുള്ളത്. ഈ ടേമിനെ നമ്മൾ മാർജിനൽ ഡിസ്റ്റൻസ് എന്നും കൂടെ പേര് പറയാറുണ്ട്. എന്താണ് പേര്? മാർജിനൽ ഡിസ്റ്റൻസ്. ആൻഡ് ഇതിൻ്റെ കോഡൽ പ്രൊവിഷൻ നമുക്കൊന്ന് നോക്കാം. എൻഡ് ഡിസ്റ്റൻസ് ആണെങ്കിലും എഡ്ജ് ഡിസ്റ്റൻസ് ആണെങ്കിലും നമ്മളെ ഡെഫിനിഷൻ ലോഡിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് മാറുന്നു മാത്രമേ ഉള്ളൂ. എക്സ്ട്രീം റിവറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് എഡ്ജ് ഓഫ് പ്ലേറ്റിലേക്ക് എടുക്കുന്ന ഡിസ്റ്റൻസുകളാണ്. ലോഡിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ഡെഫിനിഷൻസ് മാറും. ദെൻ ഈ മിനിമത്തിൻ്റെ കണ്ടീഷനും ഈ മാക്സിമത്തിൻ്റെ കണ്ടീഷനിലും വ്യത്യാസമൊന്നുമില്ല. ഈ മിനിമം 1.5 ഇൻറ്റു D' ആണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് മെഷീൻ കട്ട് എഡ്ജ് ആണോ ഹാൻഡ് കട്ട് എഡ്ജ് ആണോ നോക്കിയിട്ടാണ്. അതായത് നമ്മൾ കട്ട് ചെയ്യുകയാണോ മെഷീൻ വെച്ച് കട്ട് ചെയ്യുകയാണോ നോക്കിയിട്ടാണ്. മെഷീൻ കട്ട് എഡ്ജ് ആണെങ്കിൽ ഈ മിനിമത്തിൻ്റെ വാല്യൂ 1.5 ഇൻറ്റു D', ഹാൻഡ് കട്ട് ആവുന്ന സമയത്ത് 1.7 ഇൻറ്റു D' ആണ്. ഇനി D' എന്ന് പറഞ്ഞാൽ ആരാണ്? D' എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയമീറ്റർ ഓഫ് ഹോൾ ആണ്, ഡയമീറ്റർ ഓഫ് റിവറ്റ് ഓർ ബോൾട്ട് ഹോൾ ആണ്. ഇനി മാക്സിമം വാല്യൂ എത്ര കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് 12T എപ്സിലോൺ ആണ്. 12T എപ്സിലോൺ എന്ന് പറഞ്ഞാൽ T നിങ്ങൾക്ക് അറിയാം, തിക്നെസ് ഓഫ് പ്ലേറ്റ് ആണ്. എപ്സിലോൺ എന്നുള്ള പുതിയൊരു ടേം വന്നു. എപ്സിലോൺ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ √250/Fi എന്നാണ്. √250/Fi എന്നാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ആരാണ്? മൈൽഡ് സ്റ്റീൽ അല്ലേ? അപ്പം മൈൽഡ് സ്റ്റീലിൻ്റെ എപ്സിലോൺ വാല്യൂ എത്ര വരുന്നു നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. മൈൽഡ് സ്റ്റീലിൻ്റെ FI വാല്യൂ നമ്മൾ കാണാണ്ട് പഠിക്കുന്നതാണ്. യിൽഡ് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ എല്ലാവർക്കും അറിയാം. അത് വെച്ചിട്ട് മൈൽഡ് സ്റ്റീലിൻ്റെ എപ്സിലോൺ വാല്യൂ ആൻഡ് ഇമാക്സിൻ്റെ വാല്യൂ എത്ര വരുന്നു നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാനത് പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. പൊതുവേ ഓവർസിയർ സെക്കൻഡ് ഗ്രേഡിനും ഫസ്റ്റ് ഗ്രേഡിനൊക്കെ ചോദിക്കാറുണ്ട്. അതുമാത്രമല്ല മെക്കിനും സിവിലിനും കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന എക്സാമുകൾക്കൊക്കെ ഈ ഒരു ടേമുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ LSGD ഗ്രേഡ് 3 റിവിഷൻ ബാച്ച് ജനുവരി 21 ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടുതൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ റിവിഷൻ വല്ലാതെ പെൻഡിങ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ക്വിക്കായിട്ട് തിയറിയും അതിനുശേഷം ക്വസ്റ്റ്യൻസും ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ LSGD റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. LSGD ഗ്രേഡ് 3 റിവിഷൻ ബാച്ചാണ്. ആൻഡ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 21-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കോഴ്സിന് വരുന്ന ഫീസ് 1,999 ആണ്. അപ്പോൾ ഇതുവരെ ആരും ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ല. നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എക്സാമിന് റിവൈസ് ചെയ്തിട്ടും അതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനായിട്ട് ഈ കാണിച്ചിരിക്കുന്ന നമ്പർ 9995100800 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇത് മാത്രമല്ല നമ്മുടെ KW നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് വേക്കൻസീസ് വരുന്ന എക്സാമാണ്. KWA എക്സാമിന് KWA ഗ്രേഡ് 2 എക്സാമിൻ്റെ പുതിയ മെക്കാനിക്കൽ ടോപ്പിക്സിൻ്റെ ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോഴ്സിന് വരുന്ന ഫീസ് 1499 ആണ്. അപ്പം ഈ ഒരു ബാച്ചിലേക്ക്, അതായത് മെക്കിൻ്റെ ടോപ്പിക്ക് നിങ്ങൾ ഒട്ടും പഠിച്ചിട്ടില്ല, സിവിലിൻ്റെ ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് കുറച്ച് അറിയാമെങ്കിൽ മെക്കാനിക്കൽ ടോപ്പിക്സ് മാത്രമുള്ള ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ അതേ നമ്പർ 9995100800 വിളിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബാച്ചിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു ഓവർസിയർ ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു സെഷനിൽ നമ്മുടെ ലൈവ് ക്ലാസ്സിലൊക്കെ കാണാം. താങ്ക് യു ഓൾ.